ബേപ്പൂർ മണ്ഡലം ഡെവലപ്മെന്റ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സാന്ത്വനമേകാൻ കൈകോർക്കാം ധനസമാഹരണ പരിപാടിയുടെ 8ാം ഘട്ടം സെപ്റ്റംബർ 8-ന് ആരംഭിക്കും. പരിപാടിയുടെ വിജയത്തിനായി 1001 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. നിർധന രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് സൗകര്യം ഒരുക്കുന്ന ബേപ്പൂർ മണ്ഡലം ഡെവലപ്മെന്റ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനകീയ ധനസമാഹരണത്തിന്റെ വിജയത്തിനായി 1001 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. സാന്ത്വനമേകാൻ കൈകോർക്കാം എന്ന പേരിൽ നടത്തുന്ന 8ാം ഘട്ട വിഭവ സമാഹരണം സെപ്റ്റംബർ 8 മുതൽ 15 വരെയാണ്. ഫറോക്ക് റോയൽ അലയൻസ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന മണ്ഡലതല സംഘാടക സമിതി രൂപീകരണ കൺവെൻഷൻ മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പ്രാദേശികമായിട്ട് ചേർന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാൻ ഞങ്ങൾ വിദ്യാലയം എല്ലാവരും വിദ്യാലയം. കാരണം എന്തെങ്കിലുമൊക്കെ പരസ്പരം ചെയ്താൽ ജീവിക്കുന്ന മനുഷ്യർക്ക് മരിച്ചു പോയപ്പോ അതല്ലെങ്കിൽ എവിടെ ഉള്ള ആൾക്കാർക്കും ചെയ്തിട്ട് കാര്യമില്ല. നമ്മളെ ബന്ധപ്പെടുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് മാന്യമായിട്ട് ചെയ്യാം. സ്നേഹം അത് പങ്കിടുക, സ്നേഹിക്കുക, ബഹുമാനിക്കുക, അംഗീകരിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ സ്നേഹത്തിനും അംഗീകരിച്ചുകൊണ്ട് ഈ പുതിയ സംരംഭം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. ട്രസ്റ്റ് ചെയർമാൻ VKC മുഹമ്മദ് കോയ അധ്യക്ഷനായി. മണ്ഡലം ഡെവലപ്മെന്റ് മിഷൻ ചെയർമാൻ M ഗിരീഷ് പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ശൈലജ, കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ PK നാസർ, കടലുണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് V അനുഷ, T രാധാഗോപി, മുരളി മുണ്ടേങ്ങാട്ട്, VP വിനോദ് കുമാർ, ബൈജു ചെമ്പകശ്ശേരി, MM മുസ്തഫ, K വീരാൻകുട്ടി എന്നിവർ സംസാരിച്ചു. ട്രസ്റ്റ് കൺവീനർ K ജയകുമാർ സ്വാഗതവും ട്രഷറർ M ഖാലിദ് നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി VKC മുഹമ്മദ് കോയ ചെയർമാൻ, ജനറൽ കൺവീനർ M ഗിരീഷ്, ട്രഷറർ M ഖാലിദ് എന്നിവർ ചുമതലയേറ്റു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഫറോക്ക് വനിതാ സംഘത്തിന്റെ പുതിയ കെട്ടിടം ഫറോക്കിൽ പ്രവർത്തനം തുടങ്ങി. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം